ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബെന്നിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ വചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാ നന്മകൾക്കായും ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മാറ്റത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും ഒരുപോലെ മക്കളുടെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് വലിയ കൃപകൾ, ദാനങ്ങൾ മക്കളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. പരിശുദ്ധാത്മാ കൃപാവരം നിറയുന്നു. വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രത്യേകമായും മക്കൾക്കുണ്ടാകുന്നു. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്കൊന്നു ചേർന്ന് മക്കളെ ദൈവസന്നിധി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഓരോ മാതാപിതാക്കളും മക്കളെ പേര് പറഞ്ഞ് അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, ആ കർത്താവിൻ്റെ ആ നാമത്തിൽ, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമത്തിൻ്റെ ആ അധികാരത്തിൽ അപ്പനും അമ്മയും ഈ ഭൂമിയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് തൻ്റെ മക്കളുടെ അമ്മയാകുവാൻ, അപ്പനാകുവാൻ ദൈവം തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇരട്ടി കൃപയിലേക്ക് മക്കൾ കടന്നു വരും, അധ്വാനപരം അനുഭവിക്കാൻ പറ്റും. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷണ പുസ്തകം 45-ാം അധ്യായം 4-ാം വചനമാണ്. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് കർത്താവ് മോശയെ വിശുദ്ധീകരിക്കുന്നതിനെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, മോശയെ ദൈവം വിശുദ്ധീകരിച്ചതുപോലെ സൗമ്യതയും വിശ്വസ്തതയും നിറയുന്നതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സൗമ്യത നിറയുവാൻ, എളിമ നിറയുവാൻ, മറ്റുള്ളവരുടെ അടുക്കൽ ഒരു അനുകമ്പയുണ്ടാകുവാൻ, മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തത നിറയുവാൻ, എല്ലാ കാര്യങ്ങളും സത്യസന്ധയോടെ ചെയ്യുവാൻ, പഠന മേഖലയിലും ജോലിയിലും ശോഭിക്കുവാൻ, അവിടെ ആരോഗ്യമേഖല കൃപയുള്ളതായി തീരുവാൻ, ആരോഗ്യപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ, മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമെല്ലാം നല്ലൊരു ബന്ധത്തിൽ വരുവാൻ നമുക്ക് അനുഗ്രഹിക്കാം. അങ്ങനെ മോശയെ ദൈവം വിശദീകരിച്ചതുപോലെ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിശദീകരണം ഉണ്ടായി. അവരുടെ പ്രവർത്തന മേഖല അനുഗ്രഹിക്കപ്പെട്ട് നാടിനും വീടിനും മക്കൾ അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഈ മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ മോശയെ പോലെ ശക്തിയിലും സൗമ്യതയിലും വിശ്വസ്തയിലും കൃപയുള്ളവനായി വളരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോശയെ പോലെ നേതൃത്വ പാഠവും അധികാരങ്ങളും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ നന്ദി പ്രകാശിപ്പിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.